നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന പശ്ചിമേഷ്യൻ സംഘർഷം ഇപ്പോൾ ഇന്ത്യയുടെ അടുത്തേക്കും എത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇന്ത്യൻ ചരക്കുകപ്പലുകൾക്ക് നേരെ ഇറാൻ നാവികസേന വെടിയുതിർത്ത സംഭവത്തിന് പിന്നാലെ രാജ്യം അതീവ ജാഗ്രതയിലാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അടിയന്തര സുരക്ഷാ സമിതി യോഗം ചേർന്നിരുന്നു. രാജ്യത്തിന്റെ പ്രതിരോധം, വിദേശനയം, ഊർജ സുരക്ഷ എന്നിവയിൽ നിർണായകമായ തീരുമാനങ്ങൾ ഇന്ന് കൈക്കൊണ്ടു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ടാങ്കർ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. ഇറാഖിൽ നിന്നും 2 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി വരികയായിരുന്ന ഇന്ത്യൻ പതാക ഘടിപ്പിച്ച കൂറ്റൻ ടാങ്കർ കപ്പലായ VLCC ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകാൻ ശ്രമിക്കവേ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ യുദ്ധക്കപ്പലുകൾ ഇതിനെ തടഞ്ഞു. മുന്നറിയിപ്പില്ലാതെ കപ്പലിന് നേരെ വെടിയുതിർത്ത ഇറാൻ സൈന്യം തോക്കിൻ മുനയിൽ കപ്പലിനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചുപോകാൻ നിർബന്ധിച്ചു. സമുദ്ര സുരക്ഷാ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കപ്പലിലെ ജീവനക്കാർ നിലവിൽ സുരക്ഷിതരാണെങ്കിലും മേഖലയിൽ ഭീതി പടർന്നിരിക്കുകയാണ്. ഈ പ്രകോപനത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ ഡൽഹിയിലെ ഇറാൻ അംബാസഡറെ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് വിളിച്ചു വരുത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഒരു വശത്ത് ഇറാനുമായി ചരിത്രപരമായ സൗഹൃദം നിലനിൽക്കുമ്പോഴും നമ്മുടെ കപ്പലുകൾക്കും ജീവനക്കാർക്കും നേരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങളെ വെച്ചുപുറപ്പിക്കാനാവില്ലെന്ന കർശന സന്ദേശമാകും ഇന്ത്യ നൽകുക. അതേസമയം ഇന്ന് രാവിലെ 11:30 ക്യാബിനറ്റ് യോഗത്തിന് തൊട്ടു മുൻപായിട്ടാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടിയത്. ഇറാൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് 3ാം തവണയാണ് CCS യോഗം ചേരുന്നത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രധാനമന്ത്രിക്ക് പുറമെ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി, ധനകാര്യമന്ത്രി എന്നിവരാണ് ഈ ഉന്നതതല സമിതിയിലുള്ളത്. ഹോർമുസ് കടലിടുക്കിലെ പുതിയ പ്രതിസന്ധി ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതിയെ എങ്ങനെ ബാധിക്കും എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. കൂടാതെ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേനയുടെ കൂടുതൽ യുദ്ധക്കപ്പലുകൾ അങ്ങോട്ട് അയക്കണമോ എന്ന കാര്യത്തിലും ചർച്ച ഉണ്ടായതായാണ് സൂചന. സുരക്ഷാ സമിതിക്ക് പിന്നാലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സും യോഗം ചേർന്നിരുന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിക്കാൻ കാരണമാകും. ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അത് ആഭ്യന്തര വിപണിയിൽ പെട്രോൾ, ഡീസൽ വിലകളെ എങ്ങനെ ബാധിക്കുമെന്ന് സർക്കാർ വിലയിരുത്തിയിട്ടുണ്ട്. ഇറക്കുമതിക്കായി ബദൽ മാർഗങ്ങൾ കണ്ടെത്തുക, എണ്ണശേഖരം പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ സാമ്പത്തിക പ്രതിരോധ നടപടികൾ ഈ യോഗത്തിൽ ചർച്ചയായതായാണ് സൂചന. ലെബനനിലെ വെടിനിർത്തലിന് പിന്നാലെ ഹോർമുസ് പാത തുറന്നു നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും മേൽ അമേരിക്കൻ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം തുടരുന്നത് അവരെ പ്രകോപിതരാക്കുന്നുണ്ട്. തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നോക്കിയാൽ ലോകത്തിന്റെ ഊർജ ഞരമ്പായ ഹോർമുസ് കടലിടുക്കിനെ നിശ്ചലമാക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഈ വലിയ ശക്തികളുടെ പോരാട്ടത്തിനിടയിലാണ് ഇന്ത്യൻ ചരക്കുകപ്പലുകൾ ഇപ്പോൾ ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നയതന്ത്ര ചർച്ചകളിലൂടെയും കർശനമായ നിലപാടുകളിലൂടെയും ഈ പ്രതിസന്ധി മറികടക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.